ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് ഇടാൻ വെച്ചിരുന്നൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊക്കെ ജേർണലിങ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് കേട്ടോ. അന്നേരം ജൂലൈ മുതലാണ് തുടങ്ങിയിട്ടുള്ളത്. എൻ്റെ ബർത്ത്ഡേ തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ കൂടുതലായിട്ടും കാണുന്നത് ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ്. അന്നേരം എനിക്ക് അതിനകത്ത് മെയിനായിട്ടും കാണുന്നതാണ് ജേർണലിങ്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഡയറി ആണെങ്കിൽ എനിക്ക് ബർത്ത്ഡേക്ക് അച്ഛൻ മേടിച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് പേജ് ഇതാണ്. വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാതാണ് കേട്ടോ ചെയ്തത്. ഇനി ഞാൻ ഫോട്ടോയും കൂടെ അപ്പുറത്ത് ഒട്ടിക്കണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ജസ്റ്റ് പേജ് വിട്ടിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് പേജ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് പേജ്. പിന്നാണ് ഞാൻ ആ ഒരു ഫ്രണ്ട് പേജ് ഡെക്കറേഷൻ ചെയ്തത്. വലിയ ഡിസൈനൊന്നും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മളതേ വെനസ്ഡേ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ പേജ്. ഇപ്പോഴത്തെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കവായ് സ്റ്റിക്കർ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അന്നേരം പിന്നെ ഇത് ജൂലൈ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത പേജാണ് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ബർത്ത്ഡേ തീമിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് കവായ് സ്റ്റിക്കറൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. പിന്നാണ് മേടിച്ചത്. ഇതാണെങ്കിൽ തെറ്റിപ്പോയതുകൊണ്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് ഒട്ടിച്ചതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു തീമാണ്. ചെയ്ത് വന്നപ്പോൾ നല്ലോണം ഒരു ഇഷ്ടപ്പെട്ടൊരു തീമാണ്. അതെ, ഒരു ബ്ലൂ തീമായിട്ട് കേട്ടോ ചെയ്തിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ, കുറേ തോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തോട്ട്സ് അല്ല, കോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ചെറിയൊരു ടു ഡു ലിസ്റ്റ് ജൂലൈയിലെ. പിന്നെ അപ്പുറത്ത് കുറേ പിങ്ക് അലേർട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ട പർപ്പിൾ തീം ജേർണലിങ്. ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ ജസ്റ്റ് സ്ക്വയർ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് ലാസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിങ്ക് ഗിൽറ്റർ പെയിൻ കൊണ്ടാണ് കേട്ടോ എഴുതി കൊടുത്തേക്കുന്നത്. അപ്പുറത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്, ഗായത്രി എന്നാണ്. പിന്നെ എൻ്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയും നെയിം എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട്. പിന്നെ ഇത് യെല്ലോ തീമാണ്. എനിക്ക് വലിയ യെല്ലോ തീം വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പേജ്. ഇപ്പുറത്തെ പേജ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഈ പേജ് മൊത്തം ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതുകൊണ്ട് തന്നെ കുറച്ച് ഓവർ സ്റ്റിക്കേഴ്സ് ആയിപ്പോയെന്ന് തോന്നി. പിന്നെ ഇത് ഗ്രീൻ തീം. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതെന്ന് വെച്ചാൽ എഴുതിയേക്കുന്നൊരു രസമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മുകളിൽ വേറെ പേപ്പർ വെച്ച് ഒട്ടിച്ചേക്കുവാണ്. ഇനി അടുത്ത പേജ് ഒരു പിങ്ക് തീമിൽ തന്നെ ചെയ്തതാണ്, ആഗസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ജേർണലിംഗ് ആണ്. പ്രത്യേകിച്ച് ആ ആഗസ്റ്റ് എന്ന് എഴുതിയപ്പം അതിൻ്റെ പുറകിൽ കണ്ട ആ ഒരു ക്രീം കളറും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇന്നലെയാണ് കേട്ടോ ആ ലവ് ഒക്കെ വരച്ചു കൊടുത്തത്. എനിക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെട്ടു. അടുത്ത തീം ഒരു ഇൻഡിപെൻഡൻസ് ഡേ തീമിൽ ചെയ്തതാണ്. വെറൈറ്റി ഐഡിയ ആണ് കേട്ടോ ജേർണലിങ്ങിൽ. ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ എഴുതി കൊടുത്തതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആദ്യം വേറെ രീതിയിലായിരുന്നു ചെയ്തത്. അത് കൊള്ളാത്തതുകൊണ്ട് പിന്നെ ആ പേജ് കീറി കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ നല്ലവണ്ണം ചെയ്തതാണ്. പക്ഷേ എനിക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് ഡേ തീം നല്ല അടിപൊളിയായിട്ട് തോന്നിയില്ല. പിന്നെ ഗ്രീൻ തീം കംപ്ലീറ്റ് ആക്കിയില്ല. അന്നേരം പിന്നെ ഈ പർപ്പിളും പിങ്കും അതുപോലെ തന്നെ ഈ ആഗസ്റ്റ് തീമിൽ ചെയ്തിട്ടുള്ളതും ബ്ലൂ ഒക്കെയാണ് കേട്ടോ എന്നാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ന്യൂ ഹോബിയാണ് ജേർണലിങ്. എനിക്ക് ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജേർണലിങ് ചെയ്യുമ്പം ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അടിപൊളിയായല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ജേർണലിങ് വീഡിയോ വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അന്നേരം അപ്പോഴേക്കും ബായ്.